ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സാർ. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂടെ പേര് ടർബോ എന്നാണ് മൂടെ പേര്. ഇതിൻ്റെ ഡയറക്ഷൻ വൈശാഖാണ്. അതിൻ്റെ മുന്നിൽ നമുക്കറിയാം പോക്കിരി രാജ, രാജാതിരി രാജ, സീനിയേഴ്സ്, പുലിമുരുകൻ, അതുപോലെ തന്നെ കസിൻസ്, അതുപോലെ തന്നെ മോൺസ്റ്റാർ തുടങ്ങിയൊക്കെയാണ് വൈശാഖിൻ്റെ ചിത്രങ്ങൾ. ആ വൈശാഖ് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം, വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വൈശാഖ് എന്ന് പറയുമ്പോൾ ഇപ്പോഴൊരു ബ്രാൻഡായിട്ട് തന്നെയാണ്. അപ്പോൾ വൈശാഖിലൊരു വിശ്വാസം നമ്മൾ റീസൺസിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വൈശാഖ് ഒരിക്കൽ ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് വളരെ കൂടുതൽ തന്നെയാണെന്ന്. അതുപോലെ തന്നെ എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തതിൽ മിഥുൻ മാനുവൽ തോമസ് ആണ്. നമുക്കറിയാം അദ്ദേഹം കോമഡി ആണെങ്കിലും ത്രില്ലൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരു സ്ക്രിപ്റ്റ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടൊരു ഒരു കോമഡി മസാല ചിത്രത്തിന് സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ എത്രത്തോളം ഉണ്ട് കാണാനുള്ള ആകാംക്ഷ വളരെ കൂടുതൽ തന്നെയായിരുന്നു. മിഥുൻ മാനുവൽ തോമസ് ആണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെഗാസ്റ്റാറായ മമ്മൂട്ടി, അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ, ശബരീഷ് വർമ്മ, രാജ്പിക് ഷെട്ടി, സുനിൽ, ദിനേശ് പോത്തൻ തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ചിത്രത്തിലുണ്ട്. ഹിന്ദി താരങ്ങളും ഒരുപാട് താരങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ നിരഞ്ജന അനൂപ് അവരുടെ പേര് വിട്ടുപോയതാണ്. നമുക്കറിയാവുന്ന പല മുഖങ്ങളും കടന്നു പോകുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാസ്റ്റിംഗ് തന്നെയാണ് ടർബോ മൂവിക്കുള്ളത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തുള്ള മമ്മൂട്ടി കമ്പനിയാണ്, അതുകൊണ്ട് ഇതിനാവശ്യം അവർ തന്നെയാണ് ഏറ്റെടുത്തുള്ളത്. അപ്പം സ്റ്റോറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അറിയാവുന്ന കാര്യം തന്നെ എന്താണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ആ ട്രെയിലർ എന്താണ് കാണിച്ചിട്ടുള്ളത് അതിനോട് തന്നെ ഒരു 100% നീതിപോലത്തെ ട്രെയിലർ തന്നെയായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് ചിത്രമായിട്ട് എത്തിയപ്പോഴും സമ്മാനിച്ചിട്ടുണ്ട്. കാരണം യാതൊരു ഒരു അത്ഭുതമായിട്ട് തോന്നിയിരുന്നില്ല. കാരണം ആ സമയത്ത് ട്രെയിലർ ഇറങ്ങുന്ന സമയം ഞാൻ ഡീകോഡിൽ ഞാൻ പറഞ്ഞിരുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും സ്റ്റോറി എന്ന്. അതിനോട് ഒരു 70% നീതിപൂർവ്വ സ്റ്റോറി തന്നെയാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ കൂടുതലായിട്ടൊന്നും തന്നെ സമ്മാനിക്കാനൊന്നും തന്നെ എനിക്ക് തോന്നിയില്ല പടം കണ്ടപ്പോൾ. എങ്കിൽ പോലും ടർബോയെക്കുറിച്ച് പറയുമ്പോൾ ബാക്കി ഒരുപാട് പോസിറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടർബോയുടെ കഥ ആരംഭിക്കുക തന്നെ ചെന്നൈയിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ ഒരു തമിഴ് ഫാമിലി കാണിക്കുന്നു. പിന്നീട് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ടർബോയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ടൈറ്റിൽ ഗംഭീരമായി തന്നെ പുതിയൊരു തുടക്കം തന്നെയാണ്. ആനിമേഷൻ രീതിയിലൊക്കെയാണ് ടർബോ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടുള്ളത്, കാറിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. എങ്കിൽ പോലും ടൈറ്റിലും കാര്യങ്ങളൊക്കെ അത് രസമായിട്ട് തന്നെ തോന്നി കണ്ടപ്പോൾ. പിന്നെ നമ്മുടെ മമ്മൂക്ക ഇൻട്രോ കാണിക്കുന്നുണ്ട്. ജോസ് ആണ് മമ്മൂക്ക അതിരിക്കുന്ന കഥാർത്ഥത്തിൻ്റെ പേര്. അപ്പോൾ ജോസിന് സിമ്പിളായൊരു ഇൻട്രോ കൊടുത്തിട്ട് നമുക്ക് തോന്നും. പിന്നീട് ജോസിൻ്റെ വലിയ ഇൻട്രോ തന്നെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ സിമ്പിളായിട്ട് ഇൻട്രോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു അമ്മയും മകനും തമ്മിലുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കീംസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമായി തന്നെ ചെയ്തു. കാരണം നല്ലൊരു ഫീല് ആ തുടക്കം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ മമ്മൂക്കയും ബിന്ദു പണിക്കരും ആ തുടക്കത്തിൽ നടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്തോ ഇമോഷണൽ ആയിട്ടോ അല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ ജോസ് എന്ന് പറയുന്ന ആ കഥാപാത്രം വളരെ പാവമായിട്ട് നമുക്ക് തോന്നും. കാരണം ആ നിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നീട് ജോസിൻ്റെ ഒരു കുറച്ച് സെക്കൻഡ് ഇൻട്രോ കാണിക്കുന്നുണ്ട്. അതൊരു ഒരു അടാർ ഐറ്റം തന്നെയായിരുന്നു. കാരണം ഒരു തീപ്പൊരി എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരു കൊടുങ്കാറ്റ് വീശിയ അവസ്ഥ തന്നെയായിരുന്നു ഇൻട്രോ സീൻസും ആ പെരുന്നാളുടെയും കാര്യങ്ങളൊക്കെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏകദേശം 8 ഫൈറ്റോളം ഇതിലെ ചിത്രത്തിലുണ്ട്. കാരണം ഈ 73 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം കൊടുക്കുന്നൊരു എഫക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും മികച്ചൊരു കൈയ്യടി തന്നെ കൊടുക്കണം. കാരണം നമ്മൾ പോസിറ്റീവ് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഫൈറ്റും ആ ഫൈറ്റ് ചെയ്തുള്ള വ്യക്തിയെക്കുറിച്ച് തന്നെയാണ്. കാരണം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അത് ഗംഭീരം തന്നെയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തിലും ചെയ്യുമ്പോൾ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. കാരണം 73 വയസ്സുള്ള വ്യക്തി തീർച്ചയായിട്ടും ഇത്രയും എഫക്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും വലിയൊരു കൈയ്യടി തന്നെ കൊടുക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റോറി ത്രെഡ് നോക്കുക വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മൾ കണ്ട് മറന്നിട്ട് പോയുള്ള പഴയൊരു ക്ലീഷ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേ സ്റ്റോറി തന്നെ യാതൊരു മാറ്റമില്ലാത്ത സെയിം ഒരു സ്റ്റോറി തന്നെ. കാരണം പുതിയൊരു കറൻസിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കടന്നു വരുന്നു. പിന്നെ നായകനും അതുപോലെ നായിക കഥാപാത്രം ചെയ്തുള്ള അഞ്ജനയും ചെന്നൈയോട് എത്തുന്നു. പിന്നെ യാദൃശ്യമാണ് നമുക്കറിയാലോ, എങ്ങനെയായാലും വില്ലൻ്റെ അണ്ടറിലോട്ട് വരുന്നു, അല്ലെങ്കിൽ വില്ലോട്ട് അവരെ പോലെ അറിയാതെ വില്ലൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നു കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എടുത്തു പറയണ മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ള ഓരോ വ്യക്തിനും പ്രകടനം തന്നെയാണ്. മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കും. രാജ്പിക് ഷെട്ടി, അതായത് മമ്മൂട്ടിയേക്കാൾ ഒരു പവർ കൂടുതലുള്ള പറയുന്നത് ആ വില്ലൻ ചെയ്തുള്ള കഥാപാത്രം തന്നെയാണ്. കാരണം ആ വില്ലൻ്റെ ഇൻട്രോ സീൻ തൊട്ടിട്ട് ഇതിൻ്റെ എൻഡ് വരും വില്ലൻ നിറഞ്ഞാടിയിട്ടുണ്ട്. കാരണം അത് വില്ലൻ എത്രത്തോളം ഈ പറയുന്ന ഈ കഥാപാത്രം വെട്രിവേൽ എന്ന് പറയുന്ന ആ കഥാപാത്രം എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് നമുക്ക് തുടക്കം തന്നെ കാണിച്ചു വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഭയപ്പെടണം. കാരണം ആ നോട്ടം അല്ലെങ്കിൽ ആ നിപ്പും കാര്യങ്ങളൊക്കെ മതി. അദ്ദേഹത്തിൻ്റെ ഇൻട്രോയിൽ ആ നടന്നു വരും കുറേ ആൾക്കാരൊക്കെ വീട്ടിലുള്ള സീൻസൊക്കെ കണ്ട് അത് ഗംഭീരം തന്നെയായിട്ടാണ് ആ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം മമ്മൂക്കൾ ഒരു പടി എങ്കിലും ആ രാജ്പിക് ഷെട്ടി എന്ന് പറയുന്ന ആ വ്യക്തി തീർച്ചയായിട്ടും ഇതിൽ ഗംഭീരമായി തന്നെ ചേരുന്നുണ്ട്. ബാക്കിയുള്ള ഓരോ വ്യക്തികളും
ബിന്ദു പണിക്കരും മമ്മൂട്ടിയും തമ്മിലുള്ള കുറേ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ടച്ച് ചെയ്തു. ഇതിൽ ഒരു ഇമോഷൻ സീൻ വരുന്നുണ്ട്, പക്ഷേ ഇമോഷനായി കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും എവിടേക്കോ തെരി ഇമോഷൻസും കാര്യങ്ങളും വരുന്നും പോകുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും നമ്മുടെ നായികയ്ക്ക് കൂടുതലായിട്ടൊന്നും തന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെങ്കിൽ പോലും അവർക്ക് കൊടുത്തുള്ള റോള് ഒരു മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ശബരീഷ് വർമ്മ, അപ്പോൾ നിരഞ്ജന അനൂപ്, ഇതിൽ നമ്മുടെ അഞ്ജൻ എന്ന് പറയുന്ന നായിക കഥാപാത്രം ചെയ്തിട്ടുള്ള അവരുടെ ഇന്ദുലേഖയുടെ അനിയത്തി കഥാപാത്രം ചെയ്തിട്ടുള്ള പെൺകുട്ടി അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ വ്യക്തികളുമാണെങ്കിലും പലർക്കും പല കുറച്ച് സീൻസിനെ പോലും എല്ലാവരും അത് ഗംഭീരമായി തന്നെ ചെയ്തു. ജോണി ആൻ്റണി ഇതിൽ ചെയ്തിട്ടുണ്ട് നല്ല കഥാപാത്രം. അല്ലെങ്കിൽ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്, സ്പേസ് വളരെയധികം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് പെടുത്താച്ചെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ ആക്ഷൻ സീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ ഡയറക്ഷൻ എടുത്ത് പറയണം. കാരണം ഇതിൻ്റെ ഓരോ മേക്കിംഗ് രീതിയും അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ട്രെയിലിൽ തന്നെ ഞാൻ എടുത്ത് പറയാം, ഒറ്റ ഷോട്ടിന് ഏകദേശം 8 ഷോട്ടോളമാണ് ഒറ്റ ഷോട്ട്സ് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡയറക്ഷനും ഓക്കെ ലെവൽ തന്നെയാണ്. കാരണം ഒരു പണി അറിയാവുന്ന ഒരു ഡയറക്ടറെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പണിയെടുക്കാൻ അറിയുന്നുള്ള ഒരു പരിപാടി എന്തായാലും ടർബോയിൽ കാണിച്ചിട്ടുണ്ട്. അത് എടുത്ത് പറയാൻ പോസിറ്റീവായിട്ട്. കാരണം ഓരോ ഷോട്ട്സും അത് ഗംഭീരമായി തന്നെ ചെയ്തു. എടുത്ത് പറയുന്നതിൽ കാർ ചേസിംഗ് ആയിട്ട് വരുന്ന സീൻസൊക്കെ ഉണ്ട്, അത് ഗംഭീരമായി തന്നെയാണ് ഇതിൽ ഓരോ വ്യക്തികളും ചെയ്തിട്ടുള്ളത്. ആ സീൻസ് പടത്തിനോട് ചേർന്നിരിക്കുന്ന സീൻസ് തന്നെയാണ്. എനിക്ക് എടുത്ത് പറയുന്ന ഫൈറ്റ് സീൻസിൽ എനിക്കൊന്നൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഫൈറ്റ് സീൻ എനിക്ക് ഗംഭീരമായി തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരു ബസ്സിൽ വെച്ചൊരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്, പെരുന്നാളിന് ഒരു ഫൈറ്റ് ഉണ്ട്. ഈ 3 ഫൈറ്റും എനിക്കെന്താ പറയുക കൂടുതലായിട്ട് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ഇതിൽ ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അതുപോലെ നമ്മൾ നെഗറ്റീവിലോട്ട് കടക്കുമ്പോൾ ഇതിൽ പറയാനുള്ളത്, കാരണം നമ്മൾ കണ്ട് പഴകിയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് നെഗറ്റീവിലായിട്ട് ഏറ്റവും വലിയ എനിക്ക് പറയാനുള്ളത് സ്റ്റോറി തന്നെയാണ്. കാരണം എവിടെയും ഒരു ടച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ അടുത്ത് എന്തായിരിക്കും ഒന്നും തന്നെ ഇല്ല. കാരണം തമിഴ് സിനിമകളിലും അല്ലെങ്കിൽ മലയാള സിനിമയിലും പണ്ട് കാലത്ത് കേട്ട് പഴകിയിട്ടുള്ള അതേ പരിപാടി തന്നെയാണ് സ്റ്റോറി ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാസ് മസാല എന്ന് പറയുമ്പോൾ ആ ചിത്രത്തിന് കൺവേ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇതിൽ വേണം, പക്ഷേ ഇതെവിടെയും അതിലില്ല. കാരണം സ്ക്രിപ്റ്റിൻ്റെ വളരെ പോരായ്മ തന്നെയാണ്. കാരണം ഒരു പഴയൊരു സ്റ്റോറി ആണെങ്കിൽ പോലും അതിനെ പിടിച്ചിരുത്തേണ്ട രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവാം, അതൊന്നും ഇതിൽ എവിടെയും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഡയലോഗ്സ് ആണെങ്കിലും, കാരണം പല ഡയലോഗ് പറയുമ്പോൾ ഒരു പഞ്ച് കിട്ടാത്തൊരവസ്ഥ തന്നെയാണ് കിട്ടിയത്. കാരണം ഡയലോഗ് ഒരു പഞ്ചില്ല, ഇതിനിടിക്കും ഒരു പഞ്ചില്ലാത്തൊരവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അതുപോലെ തന്നെ മമ്മൂട്ടിയും ചില ആക്ഷൻ സീൻസും ഇടിച്ചിട്ട് അവശനായിട്ടുള്ള ചില സീൻസൊക്കെ മുഖത്ത് എടുത്ത് കാണിക്കേണ്ട അവസ്ഥ പല സീൻസിലും ഉണ്ടായിരുന്നു. ഡയലോഗ് പറയുമ്പോഴും ഒരു അവസ്ഥത പല സീൻസിലും എടുത്ത് പറയുന്നുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ BGM മറ്റൊരു നെഗറ്റീവ് എനിക്ക് തോന്നുന്നു BGM തന്നെയാണ്. കാരണം ഒട്ടും തന്നെ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള BGM ഇല്ല. കാരണം ഫൈറ്റാന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ BGM കുറേ പാട്ടുകളൊക്കെ കുത്തി തിരികിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഒരു ഇംഗ്ലീഷ് സോങ് ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ഒരു തമിഴ് BGM. കാരണം BGM ഒട്ടും തന്നെ ഒരു പോരായ്മയായിട്ട് തോന്നി, ഒരു തട്ടിക്കൂട്ടി BGM പോലെയാണ് തോന്നി. കാരണം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ വരുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമായിട്ടും BGM ബാലൻസ് സ്കോറിന് പ്രധാനമായിട്ടുള്ള പങ്ക് ശ്രദ്ധിച്ചു വരുന്നതെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ സാധിക്കാൻ പാടുന്നു. കാരണം ഈ പഴയൊരു സ്റ്റോറി തന്നെയാണ് എങ്കിൽ പോലും അതിൽ പുതുമുഖം കൊണ്ടുവരാൻ പക്ഷേ BGMനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഒരു നെഗറ്റീവായിട്ട്. അതുപോലെ തന്നെ പാട്ടുകളില്ല, അത് പോസിറ്റീവ് പറയുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. ബാക്കി കാര്യങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടു വരുന്നുണ്ട്. കാരണം ഇതിൽ ഒരു ഫൈറ്റ് സീൻ വരുന്നുണ്ട്. കാരണം ഇത്രയും ഒരു സാധാരണ നാട്ടിൽ നടക്കുന്ന ഒരു ഗുണ്ടയ്ക്ക് ഒരു ആയുധം കൈ കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ലാവസൊക്കെ എത്തുമ്പോൾ കത്തിയാണെന്ന് തോന്നും. കാരണം ഒരു സാധനമൊക്കെ എടുത്ത് പൊക്കുന്ന ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ഗംഭീരമായിട്ടുള്ള അബദ്ധമായിട്ട് എനിക്ക് തോന്നി, അതൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിൽ ഞാൻ പറഞ്ഞ ഡ്യൂറേഷൻ്റെ കാര്യമാണെങ്കിൽ ഓക്കെ ലെവലുള്ള ഡ്യൂറേഷൻ തന്നെ ഏകദേശം 2.5 മണിക്കൂറിന് താഴെ ചിത്രമുള്ളൂ. അത് നല്ലൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. മറ്റൊരു ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും തന്നെ തോന്നാത്ത ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പല പോസിറ്റീവ്സും പറയാൻ ഇതിൽ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടർബോയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നുന്നു. കാരണം ഡയലോഗിൽ ഒരു പഞ്ചുമില്ല, പറയുന്ന ഡയലോഗിന് പഞ്ച് കിട്ടുന്നില്ല, പഴയ കാലയുടെ ഡയലോഗും. കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളെങ്കിൽ പോലും ടർബോ പറവാറായോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഓരോ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള സ്കോപ്പോട് കൂട്ടിയാണ് ടർബോ ചെന്ന് അവസാനം സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ലെങ്കിലും സന്തോഷം തന്നെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വന്നാലും ജസ്റ്റ് ഒരു പടം തന്നെയായിരിക്കും. കാരണം അടുത്ത ചിത്രത്തിന് വേണ്ടി കാത്തിരിപ്പൊന്നും അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് അല്ലെങ്കിൽ അവസാനം ഇന്ത്യയിൽ ഒരു കൊണ്ട് തന്നെ സംതൃപ്തി നൽകാൻ സാധിച്ചില്ല. ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു അത് ഗംഭീരമായിട്ടുള്ള ഒരു ഇൻ്റർവെൽ പഞ്ചോടി കൂടി തന്നെയാണ് ഇത് നിർത്തുന്നതെന്നും. കാരണം ഒട്ടും തന്നെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഇൻ്റർവെൽ ആയിരുന്നില്ല. കാരണം ഒരു പടത്തിൽ കണ്ടിട്ടുള്ള ഒരു ഇൻ്റർവെല്ല് സാധാരണ നോർമലായിട്ട് പടം അവസാനിക്കുന്നു. പണ്ടത്തെ അടുത്ത് എന്താണ് അല്ലെങ്കിൽ അതിലോട്ട് എന്താണ് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും
ഈ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ കഥാപാത്രമായ നമ്മുടെ നായകനും അത് തേടി ഇറങ്ങും, അല്ലെങ്കിൽ അവരിലേക്ക് അവർ എത്തിപ്പെടും, ആ വ്യക്തികൾ ആരൊക്കെയാണെങ്കിലും. അത് തീർച്ചയായിട്ടും അതിനോട് തന്നെയാണ് മാറ്റമില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പെർസ്പെക്റ്റീവ് സീൻസൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നൊരു ആ വ്യക്തി അവിടെ വരും, ഇനി അടുത്ത് അങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം. അപ്പോൾ അതിനോടൊക്കെ കൂടി തന്നെയാണ് അതിൻ്റെ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുനിന്ന് സംഭവിക്കുന്നുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ എന്താണ് അവസാനമായി സംഭവിക്കുക അതൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു ഗോഡൻ ഫൈറ്റ് വരുന്നുണ്ട്. മുൻ ചിത്രങ്ങളിലൊക്കെ ചെയ്തു വെക്കാൻ മറന്നപ്പോയിട്ടുള്ള ഗോഡൻ ഫൈറ്റ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതും നിലവ് കുറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ടർബോയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതേ അനുഭവം തന്നെയാണോ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മുടെ ഇഷ്ടമൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ടർബോ ഒരു പവർ ആവട്ടെ.